ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദിവസേന ജനത്തോട് പ്രസംഗിച്ചുകൊണ്ട് സഞ്ചരിച്ചു. എന്നും ആയിരക്കണക്കിന് ആളുകൾ യേശുവിനെ തിക്കിത്തിരക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ ചിലർ ശിശുക്കളെ യേശു തൊടേണ്ടതിന് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. വലിയ ജനക്കൂട്ടമായിരുന്നത് കൊണ്ട് ശിഷ്യന്മാർ അവരെ തടഞ്ഞു. ഇത്രയും വലിയ തിരക്കിൻ്റെ ഇടയിലോട്ട് ഈ പിള്ളേരെ ആയിട്ട് വരുന്നത് എന്തിനാണെന്നുള്ള അർത്ഥത്തിലായിരിക്കാം അവർ തടഞ്ഞത്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യമാണ്. യേശു പറഞ്ഞു അവരെ തടയരുത്, അവരെൻ്റെ അടുക്ക് വരട്ടെ. ദൈവരാജ്യം ഈ ശിശുക്കളെ പോലെ ഉള്ളവരുടേതാണ്. എന്നിട്ട് യേശു പറഞ്ഞു, ശിശുക്കളെ ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, ശിശു എന്നതുപോലെ ദൈവരാജ്യത്തെ കൈക്കൊള്ളാത്തവരാരും അതിൽ കടക്കുകയില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രിയമുള്ളവർ, ഇത് വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ശിശു എന്നതുപോലെ എങ്ങനെയാണ് ദൈവരാജ്യത്തെ കൈക്കൊള്ളുന്നത്? നമ്മൾ ന്യായമായി ചിന്തിക്കണം. ഈ വാക്യങ്ങൾ വെറുതെ വായിച്ചു പോയാൽ മാത്രം പോരാ. ഒന്ന്, ഈ എൻ്റെ കൊച്ചുമക്കളാണ് ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത്. ഈ മക്കൾ മാതാപിതാക്കളുടെ ജീവനാവകാശികളാണ്. ജീവൻ, അവരിൽ വ്യാപരിക്കുന്ന ജീവൻ മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ജീവനാണ്. അതുകൊണ്ട് തന്നെ ഹൃദയപൂർവമായ ഒരു ബന്ധം മക്കൾക്ക് മാതാപിതാക്കളും മക്കളോടും ഉണ്ട്. അവർ ഒരിക്കലും അവരുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെടുന്നില്ല. കാരണം അവർക്ക് അപ്പോഴപ്പോൾ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം അവരുടെ മാതാപിതാക്കന്മാർ ചെയ്തു കൊടുക്കും. മാതാപിതാക്കൾ എപ്പോഴും അവരോട് കൂടെ ഉണ്ടെന്ന് ഉള്ള ഉത്തമ ബോധ്യത്തിലാണ് അവരോട് കൂടെയാണ് ജീവിക്കുന്നത്. ശ്രദ്ധിക്കണം, മക്കൾ ജീവിക്കുന്നത് മാതാപിതാക്കളോട് കൂടെ, മാതാപിതാക്കൾ മക്കളോട് കൂടെ. അവർ വേർപെടുന്നില്ല ഒരിക്കലും. അവർ ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞയച്ചാലും, സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പറഞ്ഞയക്കുമ്പോഴും അവരുടെ ഹൃദയം എപ്പോഴും മാതാപിതാക്കളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മാതാപിതാക്കളുടെ കൂടെയാണ്. പോകുന്നതിന് സമയമുണ്ട്, തിരിച്ചു വരാൻ സമയമുണ്ട്. പോകാനായിട്ട് ഞങ്ങളോട് ഇന്ന സമയത്ത് വരണം, ഇന്ന സമയത്ത് പോകണം, ഇന്നത് ചെയ്യണം എന്നെല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന മാതാപിതാക്കളുണ്ട്. അതാണ് അവരുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥം പറഞ്ഞാൽ കെട്ടുറപ്പ് എന്ന് പറയുന്നത്. മാത്രമല്ല, അവർ യാതൊന്നിനെക്കുറിച്ച് ഭയപ്പെടുന്നില്ല. ശത്രുക്കളുടെ ആക്രമണത്തിൽ ഭയപ്പെടുന്നില്ല. നാളെ ഞങ്ങൾ എങ്ങനെ ജീവിക്കുന്നുള്ള ഭാരം അവർക്കില്ല. അങ്ങനെ ജീവിതത്തിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിലോ എന്നുള്ള ഭയം ഇതൊന്നുമില്ല. കാരണം എന്താണെന്നറിയാം, സമ്പൂർണമായും മാതാപിതാക്കളുടെ കരുതലിലാണ് അവർ ജീവിക്കുന്നത്. മാതാപിതാക്കൾക്ക് ഉള്ളതെല്ലാം അവർ പറയുമ്പോൾ ഇത് ഞങ്ങളുടേതാണ്, അഭിമാനത്തോടെ അവർ പറയും. അവരുടെ മാതാപിതാക്കൾക്കുള്ളതെല്ലാം ഇത് ഞങ്ങളുടേതാണെന്ന് പറയാൻ അവർക്ക് ഒരു വിധത്തിലും മടിയില്ല. കാരണം അത് അവർക്കറിയാതെ ഞങ്ങളുടേതാണ്. ഈ മനോഭാവം ദൈവരാജ്യത്തിൽ നമുക്കുണ്ടായിരിക്കണം. ഒന്ന്, ദൈവത്തിൻ്റെ ജീവനായിരിക്കണം നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്നത് ജീവൻ അഥവാ പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ആത്മാവാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ജീവനാണ് പരിശുദ്ധാത്മാവ്. നമ്മളെ സമ്പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് നടത്തുന്നതും പരിശുദ്ധാത്മാവായിരിക്കണം. 2, നാം എപ്പോഴും ദൈവത്തോടു കൂടെയാണെന്നും ദൈവം ഞങ്ങളോട് കൂടെയാണെന്നും ഉള്ള ഉത്തമമായ ബോധ്യം.
ദൈവത്തിൻ്റെ ഇഷ്ടത്തിനപ്പുറമായി എനിക്ക് ഒരിഷ്ടവും ഇല്ല എന്ന ഉറച്ച ആ ബോധ്യവും ആ തീരുമാനവും മാത്രമല്ല, അതിനപ്പുറം പോകാൻ കഴിയാത്ത വിധത്തിലുള്ള ആഴമായ സ്നേഹത്താൽ ദൈവത്തിൻ്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയത്തെ ബന്ധിച്ചിരിക്കണം. യേശു ഒരിക്കൽ പറഞ്ഞ് ദൈവത്തിനുള്ളതെല്ലാം, എൻ്റെ പിതാവിനുള്ളതെല്ലാം എൻ്റേത്, എനിക്കുള്ളതല്ല എൻ്റെ പിതാവിൻ്റെതാണെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തിനുള്ളതെല്ലാം, എൻ്റെ ദൈവം എൻ്റേതായിരിക്കുന്നത് പോലെ ദൈവത്തിനുള്ളതെല്ലാം എൻ്റേത്, എനിക്കുള്ളതെല്ലാം ദൈവത്തിൻ്റേത്. എൻ്റെ ഭാവി ജീവിതം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി ഒരുക്കുന്നത് എൻ്റെ ഭാവി ജീവിതം എൻ്റെ പിതാവിനോടൊത്ത്, സ്വർഗസ്ഥ പിതാവിനോടൊത്ത് നിത്യകാലത്തോളം ആ ദൈവരാജ്യത്തിൽ എൻ്റെ കർത്താവിൻ്റെ കൂടെ ഞാൻ ഒരു സൂര്യനെ പോലെ പ്രകാശിച്ചുകൊണ്ട് ദൈവപുത്രന്മാരായി ജീവിക്കും. ഈ മനോഭാവം നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉള്ള മനോഭാവം ഉള്ളവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ആ കേൾക്കുന്ന വചനം ജീവിതത്തിൽ അണുവിട തെറ്റാതെ പ്രമാണിച്ച് ജീവിക്കാനും ആയിരിക്കും. അങ്ങനെ ജീവിക്കുന്ന ജീവിതം എത്ര ഭാഗ്യമുള്ള ജീവിതമാണ് പ്രിയമുള്ളവരെ. ആയാൽ നമുക്ക് ശിശു സഹജമായ മനസ്സോടെ നമുക്ക് ദൈവരാജ്യത്തിൽ അംഗങ്ങളായി ജീവിക്കാൻ ആഗ്രഹിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നടത്തണം. നമ്മുടെ സ്വയം ഇഷ്ടമല്ല നമ്മളെ നടത്തേണ്ടത്, ദൈവത്തിൻ്റെ ആത്മാവായിരിക്കണം. അഥവാ സ്വർഗസ്ഥ പിതാവിൻ്റെ ആത്മാവ്, യേശു ക്രിസ്തുവിലൂടെ നമുക്ക് പകരപ്പെടുന്ന ആത്മാവ്. ഈ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി തീരണം. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറയുന്ന ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഈ വചനങ്ങൾ ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും.